മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗവുമായ കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ഖബറടക്കം ഇന്നാണ്. രാവിലെ 10 മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു അന്ത്യം. കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിലെ പൊതുദർശനത്തിന് ശേഷം ഇന്നലെ രാത്രി 10 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അനുശോചനം രേഖപ്പെടുത്തി. മുൻ മന്ത്രി ശ്രീ കെ ഇബ്രാഹിം കുഞ്ഞിന്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരോടുമൊപ്പം ഞങ്ങളും ചേരുകയാണ്. അദ്ദേഹം കേരളത്തിന്റെ പ്രഗത്ഭനായ ഒരു ഭരണകർത്താവും പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ നേതാവുമായിരുന്നു. എന്നെ സംബന്ധിച്ചും വ്യക്തിപരമായി വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് 2011 ഞാനും സാദത്തുമൊക്കെ ആദ്യമായിട്ട് MLA-മാരായിട്ട് നിയമസഭയിൽ ചെല്ലുന്നത്. ഞങ്ങളുടെ നിയോജകമണ്ഡലങ്ങളുടെ മാത്രമല്ല, കേരളത്തിന്റെ പൊതുവായ PWD റോഡുകളുടെ നവീകരണത്തിന് ഏറ്റവും ആത്മാർത്ഥമായ കഠിനാധ്വാനം ചെയ്ത, അതിനുവേണ്ടി അങ്ങേയറ്റം പ്രവർത്തിച്ചിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. മുസിനാസുണ്ട് വിവരങ്ങൾ നൽകാനായി. മുസിന, ഇന്നലെ പൊതുദർശനം ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ പൊതുദർശനം എങ്ങാണ്ട് നടക്കുന്നുണ്ടോ? ഒപ്പം തന്നെ ഖബറടക്കവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ എന്തൊക്കെ? ജിൽസി, എന്താണെങ്കിൽ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്താണുള്ളത്. വീട്ടിൽ അല്പസമയം പൊതുദർശനം ഉണ്ടാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA, അതുപോലെ തന്നെ JB മേത്തർ MP, ഹാരിസ് ബീരാൻ MP തുടങ്ങി പ്രമുഖരുൾപ്പെടെ നിരവധിയായ ആളുകൾ, രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ നിരവധിയായ ആളുകൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞത് തൊട്ട് ആശുപത്രിയിലും അതുപോലെ തന്നെ ഇന്നലെ പൊതുദർശനത്തിന് വെച്ച കളമശ്ശേരിയിലും വലിയ ജനസാഗരമായിരുന്നു. സാധാരണക്കാർക്ക് ഒപ്പം നിന്ന്, അതായത് നിരവധിയായ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലും അതുപോലെ തന്നെ മന്ത്രിയായിരുന്ന കാലത്തൊക്കെ തന്നെ പൊതുമരാമത്ത് വകുപ്പിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ സംഭാവന ചെയ്ത അദ്ദേഹത്തെ ഒരു നോക്കു കാണാൻ ഇന്നലെ മുതൽ വലിയ ജനപ്രവാഹം തന്നെയായിരുന്നു. കളമശ്ശേരിയിൽ നമ്മൾ കണ്ടതായിരുന്നു. വലിയ രീതിയിൽ ആളുകൾ എത്തിയിരുന്നു. അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്കു കാണാൻ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലും രാവിലെ മുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർ മുതൽ പ്രമുഖരുൾപ്പെടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധിയായ ആളുകളാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും സൂചിപ്പിച്ചതുപോലെ തന്നെ 10 മണിക്കാണ് അദ്ദേഹത്തിന്റെ ഖബറടക്കം നടക്കുക. ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് 10 മണിക്ക് അദ്ദേഹത്തിന് അന്ത്യവിശ്രമത്തിന് ഖബറടക്കം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും അതുവരെ ഒരു 9:30 വരെ, ഇവിടുന്ന് അധികം ദൂരമില്ല, അതുകൊണ്ട് 9:30 വരെയെങ്കിലും ഒരുപക്ഷെ വീട്ടിൽ, അല്ലെങ്കിൽ 9 മണി വരെയെങ്കിലും വീട്ടിൽ പൊതുദർശനം നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതിന് ശേഷം മറ്റ് മതപരമായ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലേക്ക് ഖബറടക്കത്തിൻ്റെ മറ്റു കാര്യങ്ങൾക്കായി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, മലബാറിൽ വലിയ വേരുള്ള മുസ്ലിം ലീഗിന് മധ്യ കേരളത്തിൽ അത്തരത്തിലൊരു വലിയ പ്രചാരം നേടിക്കൊടുത്ത ലീഗിൻ്റെ സമുന്നതനായ നേതാവാണ് കെ ഇബ്രാഹിം കുഞ്ഞ്. 4 തവണ MLA-യും 2 തവണ മന്ത്രിയുമായി വ്യവസായ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. ഈ ഐസ്ക്രീം പാർലർ വിവാദത്തിൽപ്പെട്ട് കുഞ്ഞാലിക്കുട്ടി രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വ്യവസായ മന്ത്രി എന്നുള്ള പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. പിന്നീട് പൊതുമരാമത്ത് മന്ത്രി എന്നുള്ള രീതിയിൽ നിരവധിയായ റോഡ്, പാലം തുടങ്ങി നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയാണ്. ഈ പാലാരിവട്ടം പാലം അഴിമതി കേസ് ആണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അല്പം മങ്ങൽ ഉണ്ടാക്കിയത്. പിന്നീട് വലിയ രീതിയിൽ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം പതുക്കെ മാറി നിൽക്കുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറസ്റ്റ് വരെ നേരിടേണ്ടി വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്തും വളരെ സൗമ്യമായി തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളൊരു പ്രത്യേകത കൂടി കെ ഇബ്രാഹിം കുഞ്ഞിനുണ്ട്. എന്താണെങ്കിലും 3 വർഷം മുമ്പാണ് ഇത്തരത്തിൽ അർബുദ ബാധിതനായി അദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വലിയ രീതിയിൽ ചികിത്സ തേടി. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹം കൂടുതൽ ഈ അസുഖവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ അല്ലെങ്കിൽ ആശുപത്രി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയതെന്നുള്ളതാണ്. എന്താണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ രോഗാവസ്ഥയിൽ ഇരിക്കെ തന്നെ, അതായത് അദ്ദേഹത്തെ മകനൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ കളമശ്ശേരി മണ്ഡലം പ്രതിദാനം ചെയ്ത് മത്സരിക്കുകയൊക്കെ ചെയ്തിരുന്നപ്പോഴൊക്കെ ചെറിയ രീതിയിലെങ്കിലും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാനൊക്കെ തന്നെ വയ്യായികയിലും ഒക്കെ തന്നെ തയ്യാറായിട്ടുണ്ടാണെങ്കിലും കഴിഞ്ഞ
2 വർഷത്തോളമായി കൂടുതൽ അസുഖം അദ്ദേഹത്തെ തളർത്തിയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശ്വാസകോശ അർബുദമായിരുന്നു അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയത്. എന്താണെങ്കിലും ഇന്നലെ 3:45 കൂടിയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി ഇന്നലെ തന്നെ കണ്ടിരുന്നു. അതിനുശേഷം ഈ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷവും കൂടുതൽ നേതാക്കൾ, മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കൾ, അതുപോലെ തന്നെ ദേശീയ നേതാക്കൾ, അതുപോലെ തന്നെ മന്ത്രി പി രാജീവ് തുടങ്ങി നിരവധിയായ ആളുകൾ വന്നിരുന്നു. എന്താണെങ്കിൽ ഇന്ന് മന്ത്രിസഭാ യോഗം നടക്കുന്നതുകൊണ്ട് എത്രമാത്രം മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ എത്തുമെന്നറിയില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ വന്നേക്കും എന്നുള്ള കാര്യവും പ്രവർത്തകർ പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എത്രമാത്രം അത് സാധ്യമാണ് എന്ന് അറിയില്ല. പക്ഷേ കൂടുതൽ ഇന്നലെ വന്ന ആളുകളൊക്കെ തന്നെ വീണ്ടും ഇവിടെ എത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.